ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും EasyBee അക്കാഡമിയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് വന്നിട്ടുള്ളത് നമ്മുടെ റെയിൽവേയുടെ ഭാഗത്ത് നിന്നും നമ്മുടെ RRB ഗ്രൂപ്പ് ഡിക്കുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ എല്ലാവരും തന്നെ ഈ പറയുന്ന RRB ഗ്രൂപ്പ് ഡിക്ക് വേണ്ടിയിട്ട് അപേക്ഷിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നവരായിരിക്കും നമുക്കറിയാം. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് പ്രധാനമായിട്ട് നമ്മൾ വന്നിട്ടുള്ളത്. അതായത് പ്രധാനമായിട്ട് ഈ സോൺ വൈസ് വേക്കൻസികൾ ഏതെല്ലാമാണെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അപേക്ഷിക്കുന്നതിന് മുമ്പായിട്ട് പ്രധാനമായിട്ട് ഉദ്യോഗാർത്ഥികൾ അറിഞ്ഞിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് സോൺ വൈസ് വേക്കൻസികൾ എന്ന് പറയുന്നത്. അതായത് ഓരോ സോണുകളിലും പ്രധാനമായിട്ടും RRB ലിസ്റ്റ് ചെയ്തിട്ടുള്ള വേക്കൻസികൾ ഏതെല്ലാമാണെന്നുള്ളത് നോക്കിയതിന് ശേഷം, അത് മാത്രമല്ല മുൻ വർഷങ്ങളിലെ കട്ട് ഓഫ് എന്നിവ എന്ത് ചെയ്യണം പ്രധാനമായിട്ടും കൺസിഡർ ചെയ്തുകൊണ്ട് വേണം നിങ്ങൾ ഈ പറയുന്ന RRBകളിലേക്ക് എന്ത് ചെയ്യാൻ വേണ്ടി അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതിനൊക്കെ ഒരു മുമ്പായിട്ട് തന്നെ ഒരു കാര്യം പറയാനുണ്ട്. അതായത് നിങ്ങൾ RRBക്ക് അപ്ലൈ ചെയ്യുന്ന സമയങ്ങളിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. അത് ഇതാണ്. പ്രധാനമായിട്ടും നമ്മുടെ റെയിൽവേയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിനകത്ത് ഓൾറെഡി അവർ പബ്ലിഷ് ചെയ്തിട്ടുള്ള കാര്യം കൂടിയാണ്. അത് ഇത്തരത്തിലാണ്. നമ്മുടെ അപ്ലൈ ചെയ്യുന്ന സമയങ്ങളിൽ അതിൻ്റെ വെബ്സൈറ്റ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കുക എന്നുള്ളത്. ഗൂഗിളിലോ മറ്റോ ക്രോമിലൊക്കെ കയറിയതിനു ശേഷം നമ്മൾ ഈ പറയുന്ന രീതിയിൽ RRBക്ക് വേണ്ടി അപ്ലൈ ചെയ്യുന്ന സമയങ്ങളിൽ അതിനകത്ത് നൽകിയിരിക്കുന്ന ലിങ്ക് പ്രധാനമായിട്ടും ശ്രദ്ധിക്കുക. മറ്റ് എക്സ്റ്റേണൽ വെബ്സൈറ്റുകളിൽ നിന്നൊക്കെ നമ്മൾ എന്താണ് ഈ പറയുന്നത് പെട്ടെന്ന് കയറാൻ വേണ്ടിയിട്ട് മറ്റ് എക്സ്റ്റേണൽ വെബ്സൈറ്റുകളിൽ നിന്നൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഇത്തരത്തിൽ സഹായത്തോടു കൂടി തന്നെ നമ്മൾ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത ശേഷം അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അപ്പോൾ അപ്ലൈ ചെയ്യുന്ന സമയങ്ങളിൽ ചിലപ്പോൾ നമ്മുടെ തൊട്ട് ഫ്രണ്ടിൽ വരുന്ന ഒരു പേജ് എന്നൊക്കെ പറയുന്നത് ഈ റെയിൽവേയോട് വളരെയധികം സിമിലാരിറ്റി ഉള്ളതായിരിക്കും. നമുക്ക് പെട്ടെന്ന് പോലും തിരിച്ചറിയാൻ പോലും പറ്റിയെന്ന് വരില്ല, അല്ലേ? ഈ പറഞ്ഞ രീതിയിൽ OTPs വരും, നമ്മൾ പെട്ടെന്ന് അപ്ലൈ ചെയ്യും, നമ്മൾ ഈ പറഞ്ഞ പൈസയും കൊടുക്കും. അപ്ലൈ എല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഈ അഡ്മിറ്റ് കാർഡ് വരുന്ന സമയങ്ങളിൽ നമുക്ക് അഡ്മിറ്റ് കാർഡ് വരില്ല. അപ്പോൾ എന്തുകൊണ്ടായിരിക്കാം? ഈ പറഞ്ഞ രീതിയിൽ ഈ പറയുന്ന ഫേക്ക് ആയിട്ടുള്ള വെബ്സൈറ്റുകളൊക്കെ കയറി നമ്മൾ അപ്ലൈ ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പം റെയിൽവേ ഓൾറെഡി ഇത് പറഞ്ഞിട്ടുണ്ട്. പ്രധാനമായിട്ട് അപ്ലൈ ചെയ്യുന്ന സമയങ്ങളിൽ നമ്മൾ എന്താണ് റെയിൽവേ നിഷ്കർഷിക്കുന്ന അവരുടെ വെബ്സൈറ്റിലൂടെ തന്നെ അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളത്. ആ വെബ്സൈറ്റാണ് ആദ്യം നിങ്ങൾ അവിടെ നൽകിയിട്ടുള്ളത്. www.rrbapply.gov.in എന്നുള്ളതാണ്. rrbapply.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ തന്നെ കയറി അപേക്ഷിക്കാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അങ്ങനെ അപേക്ഷിക്കാവും. അപ്പം നിങ്ങൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി പോകുന്നവരാണെങ്കിൽ ഇത് തന്നിരിക്കുന്ന ഒരു ലിങ്ക്, ഓക്കെ, ആ വെബ്സൈറ്റിന്റെ ആ ഒരു സംവിധാനം അതേപോലെ തന്നെ കോപ്പി ചെയ്ത് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അതാണ് ആദ്യം പ്രധാനമായിട്ട് നിങ്ങളോട് എന്ത് ചെയ്യുന്നത് പറയാൻ വേണ്ടിയിട്ടുള്ളത് എന്നുള്ളതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ പുതിയ RRBയിലേക്കുള്ള നോട്ടിഫിക്കേഷൻ അടുത്തിടെയാണ് എന്ത് ചെയ്യുന്നത് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്, അല്ലേ? ആദ്യമായിട്ട് ഈ പറയുന്ന എംപ്ലോയ്മെന്റ് ന്യൂസിനകത്ത് 27/12 എന്ത് ചെയ്തു അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അപ്ലൈ ചെയ്യുന്നതിനോട് പ്രധാനപ്പെട്ട ഡേറ്റുകൾ, അല്ലെ, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ പറഞ്ഞ 30-ാം തീയതി അല്ലെങ്കിൽ 31-ാം തീയതി, ജനുവരി 30-ാം തീയതി 31-ാം തീയതിയോ ഈ പറഞ്ഞ നോട്ടിഫിക്കേഷൻ വരുമെന്ന് പറഞ്ഞു. 31-ാം തീയതി തന്നെ നോട്ടിഫിക്കേഷൻ വന്നു, അല്ലെ? 31-ാം തീയതി തന്നെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ആ ദിവസം തന്നെ പ്രധാനമായിട്ടും ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു, അല്ലെ? അപ്പം നമ്മുടെ 2/3/2026, അതായത് മാർച്ച് മാസം 2026 വരെ പ്രധാനമായിട്ടും ഈ RRB ഗ്രൂപ്പ് ഡിക്ക് അപേക്ഷിക്കാനുള്ള സമയം നമ്മുടെ മുന്നിലോട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഫീസുകളൊക്കെ സമർപ്പിച്ചിട്ടില്ലാത്തവരാണ് നിങ്ങളെങ്കിൽ ഈ പറഞ്ഞ ലാസ്റ്റ് ഡേറ്റ് ഫീസുകളൊക്കെ സമർപ്പിക്കാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് 4/3/2025 ഓക്കെ. അതേപോലെ തന്നെ എന്തെങ്കിലും മോഡിഫിക്കേഷൻസോ മറ്റെന്തെങ്കിലും വരുത്തണമെന്നുണ്ടെങ്കിൽ അതിന് 5/3/2026 മുതൽ 14/3/2026 വരെയുള്ള സമയവും എന്ത് ചെയ്യുന്നുണ്ട് റെയിൽവേ പ്രധാനമായിട്ടും നൽകി വരുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, 10ാം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യത പ്രധാനമായിട്ടും പറയുന്നത് IT ഡിപ്ലോമയ്ക്കുള്ളവർക്ക് പ്രധാനമായിട്ടും അപേക്ഷിക്കാനും സാധിക്കും. ഓക്കെ, അതേപോലെ തന്നെ മുൻവർഷ കാലങ്ങളിലെ വേക്കൻസികൾ RRB പ്രധാനമായിട്ട് ഈ ഒരു ഗ്രൂപ്പ് ഡി തസ്തികകളിലേക്ക് എന്ത് ചെയ്യുന്നത് നൽകിയിട്ടുണ്ടായിരുന്ന വേക്കൻസികളോട് നിങ്ങൾ നോക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ അതിനകത്ത് നിങ്ങൾക്കവിടെ കാണാം 2018 ഏകദേശം 62,97 വേക്കൻസികൾ ഉണ്ടായിരുന്നു, അല്ലെ? ഈ പറഞ്ഞ 2019 ആകുമ്പോഴത്തേന് അല്ലെ ഏകദേശം 1,00,000-ഓളം വരുന്ന വേക്കൻസികൾ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ 2025 ആകുമ്പോഴത്തേന് 32,438 ഉണ്ട്. 2026 ആകുമ്പോഴത്തേന് 22,195 വരുന്ന വേക്കൻസികൾ നമുക്ക് അവിടെ കാണാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അപ്പം ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് വേക്കൻസികൾക്കൊക്കെ ചെറിയ വ്യത്യാസങ്ങൾ അവിടെ കാണാം. 2026 ആകുമ്പോഴത്തേന് ഈ പറയുന്ന രീതിയിൽ 22,195 വേക്കൻസികളാണ് ഇതുവരെ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഈ പറഞ്ഞ രീതിയിൽ ഇപ്പോഴെല്ലാവരും വിചാരിക്കുന്നത് ഈ RRB ഈ പറയുന്ന പരീക്ഷകളൊക്കെ അടുത്ത് വരുമ്പോഴത്തേന് പുതിയൊരു വേക്കൻസിയോട് ബന്ധപ്പെട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ അവരെന്ത് ചെയ്യും പുറത്തേക്ക് വിടുമെന്നുള്ളതാണ് എന്ത് നമ്മൾ വിശ്വസിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇപ്പൊ നിലവിലുള്ള ഒരു നമ്പർ നോക്കുകയാണെങ്കിൽ അത് 22,195 ആണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇനി നിങ്ങൾ പ്രധാനമായിട്ടും അറിയേണ്ടത് ഈ പറയുന്ന ഗ്രൂപ്പ് ഡി പോസ്റ്റുകൾ ഏതെല്ലാമാണെന്നുള്ള നോക്കി വെക്കുക. ഓക്കെ, അതായത് അപ്ലൈ ചെയ്യേണ്ട സമയങ്ങളിൽ
നിങ്ങൾ അപ്ലൈ ചെയ്ത് വരുന്ന സമയങ്ങളിൽ നിങ്ങൾക്ക് അറിയാം ഈ ഓരോരോ പോസ്റ്റുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചൂസ് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കും അല്ലെ. ഈ പറയുന്ന ഓരോരോ പോസ്റ്റുകൾ ചൂസ് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഓരോ വേക്കൻസികളൊക്കെ നോക്കിയതിനു ശേഷം എന്ത് ചെയ്യാൻ വേണ്ടി ഈ ചൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. വേക്കൻസികളൊക്കെ നോക്കുക, ഏതൊക്കെ പോസ്റ്റുകൾക്ക് ഏതെല്ലാം വേക്കൻസികളുണ്ട്, ഏറ്റവും കൂടുതൽ വേക്കൻസി ഇതിനൊക്കെയാണ് ഉള്ളത്. ഓക്കെ, അത് നോക്കിയതിനു ശേഷം എന്ത് ചെയ്യുക, നിങ്ങൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ ആദ്യം തന്നെ നമ്മുടെ അസിസ്റ്റന്റ് ബ്രിഡ്ജിന് ഏകദേശം 555 വേക്കൻസികളുണ്ട്. അസിസ്റ്റന്റ് കാരേജ് ആൻഡ് ബാക്കണ്ടിന് 962 ഉണ്ട്. അസിസ്റ്റന്റ് ലോക്കോ ഷീൽഡ് 167 ഉണ്ട്. അസിസ്റ്റന്റ് ഓപ്പറേഷൻസ് ഇലക്ട്രിക്കൽ 592 ഉണ്ട്. അസിസ്റ്റന്റ് TL ആൻഡ് AC-ക്ക് 505, അസിസ്റ്റന്റ് PVക്ക് 296, ട്രാക്ക് മെയിൻ്റെനൻസ് അല്ലെ, ട്രാക്ക് മെയിൻറ്റെയിനർ എന്നാണ് പറയുന്നത്. ട്രാക്ക് മെയിൻറ്റെയിനറിന് ഏകദേശം 9350 വേക്കൻസികളുണ്ട്. അസിസ്റ്റന്റ് S&Tക്ക് 1257, അസിസ്റ്റന്റ് ട്രാക്ക് മെഷീൻ 593, പോസ്റ്റ്മാൻ ബിക്ക് 4083, അസിസ്റ്റന്റ് TRDക്ക് 748 എന്നിങ്ങനെ മൊത്തത്തിൽ വേക്കൻസി നോക്കുകയാണെങ്കിൽ 22,195 വേക്കൻസികൾ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് അത്യാവശ്യം വേക്കൻസി ഉള്ള ഈ പറയുന്ന രീതി പോസ്റ്റുകൾ, അത് ഒന്നെന്ന് പറയുന്നത് നമ്മുടെ ട്രാക്ക് മെയിൻറ്റെയിനർ എന്ന് പറയുന്ന ഒരു പോസ്റ്റാണ്. രണ്ടാമത് അസിസ്റ്റന്റ് S&T എന്ന് പറയുന്ന അത്യാവശ്യം പോസ്റ്റ് നമുക്ക് ഈ പറയുന്ന രീതിയിൽ കാണാൻ വേണ്ടി സാധിക്കും. പിന്നെ പോസ്റ്റ്മാൻ ബിയിലും അല്ലെ അത്യാവശ്യം ഈ പറയുന്ന രീതിയിൽ നമ്പർ അവിടെ ഉണ്ട്. പിന്നുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊന്ന് ഈ പറഞ്ഞ അസിസ്റ്റന്റ് കാരേജ് ആൻഡ് വാഗണാത്ത് എന്ത് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിലുള്ള എന്താണ് വേക്കൻസികൾ നമുക്ക് അവിടെ കാണാൻ വേണ്ടി സാധിക്കും. അപ്പൊ ഇത് നോക്കിയതിനു ശേഷം എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അടുത്തത് നിങ്ങളെ പ്രധാനമായിട്ടും അറിയിക്കാൻ വേണ്ടിയിട്ടുള്ളതെന്ന് പറയുന്നത് എത്രത്തോളം ആളുകൾ പ്രധാനമായിട്ടും അപ്ലൈ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെന്നുള്ളതല്ല, എത്രത്തോളം ഈ പറയുന്ന രീതിയിൽ RRBസിനകത്ത് വേക്കൻസികൾ ഉണ്ട് എന്നുള്ളതിനെ പറ്റിയാണ്. ഒന്നെന്ന് പറയുന്നത് നമ്മുടെ മുംബൈ, വെസ്റ്റേൺ റെയിൽവേ മുംബൈ, അവിടെ ടോട്ടൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് 3148 വേക്കൻസികളാണ്. ജയ്പൂരിൽ നോക്കുകയാണെങ്കിൽ ജയ്പൂരിൽ 974 വേക്കൻസി ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അലഹാബാദ്, ഉത്തർപ്രദേശിൽ അലഹാബാദ് നോക്കുകയാണെങ്കിൽ 1183 വേക്കൻസികളാണ് അലഹാബാദിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഹുബ്ലി അവിടെ ആണെങ്കിൽ 90 വേക്കൻസികളാണ്. ജബൽപൂരിലാണെങ്കിൽ 1147, ഭുവനേശ്വറിലാണെങ്കിൽ 803, ബിലാസ്പൂരിൽ 1199, ന്യൂഡൽഹിയിൽ 3537, ചെന്നൈയിൽ 1036, ഗോരഖ്പൂരിൽ 1196, ഗുവാഹത്തിയിൽ 1176, അതേപോലെ തന്നെ കൊൽക്കട്ട, മെട്രോ കൊൽക്കട്ട എന്നിവയിൽ 1180, മുംബൈയിൽ 2012. ഓക്കെ, നോക്കുക, ഒന്ന് വെസ്റ്റേൺ റെയിൽവേ മുംബൈ, മറ്റൊന്ന് സെൻട്രൽ റെയിൽവേ മുംബൈയുമാണ്. ഓക്കെ, അപ്പൊ സെൻട്രൽ റെയിൽവേ മുംബൈക്കകത്ത് 2012, ഈസ്റ്റേൺ സെൻട്രൽ റെയിൽവേക്കകത്ത് ഹിജാപൂറിനകത്ത് 976, കൊൽക്കട്ടയിൽ 955, സെക്കൻഡറാബാദിൽ 1016 എന്നിങ്ങനെയാണ് എന്ത് ചെയ്യുന്നത് വേക്കൻസികൾ നൽകിയിട്ടുള്ളത്. അത് ജനറൽ, SC, ST, OBC, EWS വിഭാഗത്തിൽ പെടുന്നവർക്കുള്ള പ്രത്യേക വേക്കൻസികൾ എന്ത് ചെയ്യുന്നുണ്ട് അവിടെ നൽകിയിട്ടുണ്ട്. ഇതെല്ലാം കൂടെ സമ്മപ്പ് ചെയ്തിട്ടാണ്. ഓക്കെ, ഈ നൽകിയിട്ടുള്ള ഈ വേക്കൻസികളെല്ലാം കൂടെ സമ്മപ്പ് ചെയ്തിട്ടാണ് ഇവിടെ ടോട്ടലായിട്ട് നമ്മൾ നൽകിയിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന രീതിയിൽ ഓരോ സോണിലും നൽകിയിട്ടുള്ള എന്താണ് വേക്കൻസികളുടെ എണ്ണം, ടോട്ടൽ എണ്ണം പറഞ്ഞു പോകുന്നത്. ഓരോ എണ്ണത്തിനെ പറയാതെ ടോട്ടൽ എണ്ണത്തിനെ പറഞ്ഞു പോകുന്നത് അതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ ഒന്നുകൂടെ പറയാണ്, 22,195 വേക്കൻസികളാണ് പ്രധാനമായിട്ട് എന്ത് ചെയ്യുന്നത് ഇതിന്റെ പേരിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്, ഈ പറയുന്ന ഗ്രൂപ്പ് ഡിയുടെ പേരിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അങ്ങനെയെങ്കിൽ ഈ അപ്ലൈ ചെയ്യുന്ന സമയങ്ങളിൽ നിങ്ങൾ ഈ സോണുകൾ നോക്കുക. അപ്പൊ അത്യാവശ്യം നോക്കുന്ന സമയം നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഇത്തരത്തില് വേക്കൻസികൾ വന്നിട്ടുള്ളത് ഒന്ന് ഈ മുംബൈയിൽ വന്നിട്ടുണ്ട് അല്ലെ, മുംബൈയിൽ വന്നിട്ടുണ്ട്, അതേപോലെ തന്നെ ന്യൂഡൽഹിയിൽ വന്നിട്ടുണ്ട്, അതേപോലെ തന്നെ പിന്നെ എവിടെയൊക്കെ ഉണ്ട്, ന്യൂഡൽഹിയിലുണ്ട്, അതേപോലെ തന്നെ 1000 അപ്പുറത്തേക്ക് ഈ പറയുന്ന രീതിയിൽ ഗോരഖ്പൂരിൽ വന്നിട്ടുണ്ട്, ജബൽപൂരിൽ വന്നിട്ടുണ്ട്, അതേപോലെ തന്നെ 1000 പുറത്ത് അലഹാബാദ് ഈ പറഞ്ഞ വേക്കൻസികൾ എന്ത് ചെയ്യുന്നു ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ കൊൽക്കട്ട ഭാഗത്ത് എന്ത് ചെയ്യുന്നുണ്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ സെൻട്രൽ റെയിൽവേ മുംബൈയിൽ എന്ത് ചെയ്യുന്നുണ്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പം ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ ആദ്യമേ നോക്കുക ഏതൊക്കെ സോണുകളിലാണ് ഏറ്റവും കൂടുതൽ വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. ഇനി ഈ വേക്കൻസി ഉള്ളത് എന്നുള്ളത് കൊണ്ട് മാത്രം ആ ഒരു ഭാഗത്തേക്ക് അപ്ലൈ ചെയ്യരുത്. മുൻവർഷ കാലങ്ങളിലെ കട്ട് ഓഫും കൂടെ നോക്കുക. ഓക്കെ, ധൃതി പിടിച്ച് അപ്ലൈ ചെയ്യാതെ ആദ്യം ഈ പറയുന്ന രീതിയിൽ സോൺ വൈസ് ഈ പറയുന്ന വേക്കൻസികൾ നോക്കുക. അതിനുശേഷം ഓരോ സോണിലും നടന്നിട്ടുള്ള പരീക്ഷകളുടെ കട്ട് ഓഫും കൂടെ എന്ത് ചെയ്യാൻ ശ്രദ്ധിക്കാൻ വേണ്ടി ശ്രമിക്കുക. ആദ്യത്തെ ചണ്ഡീഗഡിലാണ്. ചണ്ഡീഗഡിൽ നമ്മൾ പ്രധാനമായിട്ട് ഈ പറഞ്ഞ ജനറൽ കാറ്റഗറി വെച്ചാണ് പറയുന്നത് കേട്ടോ. നിങ്ങൾക്ക് ആ ഒരു ലിസ്റ്റ് കാണുമ്പോൾ തന്നെ അത്യാവശ്യം ഈ പറയുന്ന ഓരോ എന്താണ് സോണുകളിൽ ഓരോ RRBസിലും വന്നിട്ടുണ്ടായിരുന്ന ബാക്കി OBC, EWS, SC, ST വിഭാഗത്തിൽ പെടുന്ന ആളുകളുടെ എന്താണ് അവിടെ കട്ട് ഓഫ് അവിടെ കാണാൻ വേണ്ടി സാധിക്കും. നമ്മൾ ജനറൽ കട്ട് ഓഫ് അതാണ് ഈ പറഞ്ഞ UR-നകത്ത് പറഞ്ഞു പോകുന്നത്.
ചണ്ഡീഗഡിൽ ഏകദേശം 70.99 ആയിരുന്നു ചണ്ഡീഗഡിൽ, റാഞ്ചിയിൽ 70.65, കൊൽക്കത്തയിൽ 69.61 എന്നിങ്ങനെ പോകുന്ന കാണാൻ പറ്റും. മുംബൈയിൽ 64.11 ആയിരുന്നു മുംബൈയിൽ എന്ത് ചെയ്യുന്നത് ലിസ്റ്റിൽ പെടുന്ന കട്ട് ഓഫ് എന്ന് പറയുന്നത്. ചെന്നൈയിൽ 60.96. ഏറ്റവും കുറഞ്ഞ കട്ട് ഓഫ് എവിടെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ സെക്കൻഡറാബാദിലായിരുന്നു. ഓക്കെ, സെക്കൻഡറാബാദിലാണ് ഏറ്റവും കുറവ് എന്ത് ചെയ്യുന്നത് കട്ട് ഓഫ് എന്ത് ചെയ്യുന്നത് മുൻവർഷ കാലങ്ങളിൽ നൽകിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സെക്കൻഡറാബാദിലൊക്കെയാണ്. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഓക്കെ, അതായത് വേക്കൻസി നമ്മൾ ലിസ്റ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ട് സെക്കൻഡറാബാദിലുള്ള ഒരു വേക്കൻസികളുടെ എണ്ണം എന്ന് പറയുന്നത് 1016 വേക്കൻസികളാണ് എന്ത് ചെയ്യുന്നത് അവിടെ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ്. അത് എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്ത് വെക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് എന്ത് ചെയ്യുന്നത് അപ്ലൈ ചെയ്യാൻ വേണ്ടി പോകുന്നവർ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത് നിങ്ങളെ എന്താണ് പ്രധാനമായിട്ടും അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ വീഡിയോ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം കുറെ വിദ്യാർത്ഥികൾ ഇത്തരത്തിൽ ഈ വേക്കൻസികളൊന്നും അറിയാതെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് ഇത്തരത്തിൽ പോയി പരീക്ഷകൾ എഴുതിയിട്ട് വരാറുണ്ട്. ഈ വേക്കൻസികളൊക്കെ ഇല്ലാത്ത പക്ഷം അല്ലെങ്കിൽ കട്ട് ഓഫ് ഒക്കെ കൂടുന്ന പക്ഷം നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുള്ളൂ ജോലി കിട്ടാനുള്ള അവസരം കുറഞ്ഞു വരും. അപ്പൊ അതുകൊണ്ട് ചെയ്യേണ്ടത് ആദ്യമേ ഈ പറഞ്ഞ ലിസ്റ്റ് ഈ രണ്ടെണ്ണം, അതായത് ഒന്ന് വേക്കൻസിയുടെ ലിസ്റ്റ്, മറ്റൊന്ന് പ്രീവിയസ് കട്ട് ഓഫിന്റെ ലിസ്റ്റ് കൂടെ എടുത്തു വെച്ചതിന് ശേഷം നിങ്ങൾ നോക്കുക ഈ പറയുന്ന കട്ട് ഓഫിന്റെയും അതേപോലെ ലിസ്റ്റ് ഈ പറയുന്ന വേക്കൻസിയുടെ എണ്ണം ഒക്കെ നോക്കിയതിന് ശേഷം വേണം എന്ത് ചെയ്യേണ്ടത് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ പ്രധാനമായിട്ട് ഈ കേന്ദ്ര സർക്കാർ ജോലികളിലേക്ക് കയറുന്നത് ഈ റെയിൽവേയുടെ പരീക്ഷകളൊക്കെ വഴിയാണ് അല്ലെ. അപ്പൊ അതായത് ഒരുപാട് പേര് കയറുന്ന മറ്റൊരു പരീക്ഷയും കൂടിയാണ് ഈ RRB ഗ്രൂപ്പ് ഡി എന്ന് പറയുന്നത്. ഇതുകൊണ്ട് മനസ്സിലാക്കി എന്ത് ചെയ്യുക നിങ്ങൾ പരീക്ഷകൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. മറ്റൊരു കാര്യം തന്നിരിക്കുന്ന ലിങ്ക് ഒന്നും മാറിപ്പോവാതെ തന്നെ കറക്റ്റായിട്ട് എന്ത് ചെയ്യുക അപ്ലൈ ചെയ്യാം. ഓക്കെ, അത് നമ്മുടെ പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻസിനകത്തെല്ലാം അവരെന്ത് ചെയ്യുന്നുണ്ട് അത് പറയുന്ന ഒരു കാര്യം കൂടിയാണ്. കാരണം ഒരുപാട് കുട്ടികൾക്ക് ഇത്തരത്തിൽ എന്ത് ചെയ്യുന്നുണ്ട് അബദ്ധങ്ങളൊക്കെ പറ്റിയിട്ടുള്ളത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത് RRB അങ്ങനെ ഒരു നോട്ടീസ് ഓൾറെഡി പുറത്തിറക്കിയിട്ടുള്ളത്. ഓക്കെ, അപ്പം നിങ്ങളത് ശ്രദ്ധിച്ച് മനസ്സിലാക്കി അതൊക്കെ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഓക്കെ, അപ്പം ഈ ഒരു വേക്കൻസിയെ കുറിച്ചും അതേപോലെ കട്ട് ഓഫിനെ കുറിച്ചും ഒരു ഏകദേശ ഐഡിയ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ അല്ലെ. ഓരോ സോണും മനസ്സിലാക്കിക്കൊണ്ട് എന്ത് ചെയ്യുക അപ്ലൈ ചെയ്യുക. അതേപോലെ തന്നെ അപ്ലൈ ചെയ്യാൻ ബന്ധപ്പെട്ടുള്ള കൂടുതൽ വീഡിയോസ് ഓൾറെഡി നമ്മുടെ എന്താണ് ഒരുപാട് ചാനലുകൾ അവൈലബിൾ ആണ്. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങളൊക്കെ ഏറെക്കുറെയൊക്കെ മനസ്സിലായിട്ടെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ അതേപോലെ തന്നെ RRB ഗ്രൂപ്പ് ഡിക്ക് വേണ്ടി പഠിക്കുന്നവരാണെങ്കിൽ നമ്മുടെ AZB അക്കാഡമിയിൽ RRB ഗ്രൂപ്പ് ഡിക്ക് വേണ്ടി നമ്മൾ പുതിയൊരു ബാച്ച് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഈ പറയുന്ന കംപ്ലീറ്റ് സിലബസ് കവറേജ്, ലൈവ് പ്ലസ് റെക്കോർഡ് ക്ലാസ്സുകളും അതേപോലെ PVQ ബേസ്ഡ് ട്രെയിനിങ്സും എക്സാം ഫോഴ്സ് ഷോർട്ട് കട്ട്സ് ആൻഡ് ട്രിക്സും എല്ലാം ഇതിന്റെ ഭാഗമായിട്ട് നൽകി വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും RRB ഗ്രൂപ്പ് ഡിക്ക് വേണ്ടി പഠിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന കോഴ്സിലേക്ക് തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. എന്തെങ്കിലും ഡൗട്ട് കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ഡൗട്ട് ഉണ്ടായാലും ഈ താഴെ കാണുന്ന നമ്മൾ വിളിച്ചെന്ത് ചെയ്യാൻ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാനും സാധിക്കുന്നതാണ് കേട്ടോ. ഓക്കെ, സെറ്റ് ആണല്ലോ. അപ്പം നിങ്ങൾക്ക് ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ നമ്മൾ വിളിച്ച് കോൺടാക്ട് ചെയ്യുക. അതേപോലെ തന്നെ അപ്ലൈ ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ഈ പറയുന്ന വേക്കൻസി ഒക്കെ വെച്ചൊന്ന് പഠിച്ചതിന് ശേഷം എന്ത് ചെയ്യുക അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഈ സോണൽ വൈസ് കട്ട് ഓഫ് നിങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ താങ്ക് യു, ബൈ.